Computational Physics, Chapter 3, Flow Control. Introduction. There are three types of constructs in Python language. Let us discuss what is a construct. The term language construct is often used as a synonym of control structure. പൈത്തൺ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ ജനറലി കൺസ്ട്രക്ട് എന്ന് വിളിക്കുന്നത്. സോ ആക്ച്വലി ഇറ്റ്സ് എ ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെയാണ് കൺസ്ട്രക്റ്റുകൾ എന്ന് പറയുന്നത്. 3 ടൈപ്പ് കൺസ്ട്രക്റ്റുകൾ അവൈലബിൾ ആണ്. വി വിൽ ഡിസ്കസ് ദാറ്റ്. ആ 3 ടൈപ്പ് കൺസ്ട്രക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് കൺസ്ട്രക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാവുന്നതാണ്. സോ ലെറ്റ് us go for that. കൺസ്ട്രക്ട് നേരത്തെ പറഞ്ഞു, പൈത്തണിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 3 കൺസ്ട്രക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ 3 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സുകളുണ്ട്, 3 കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. വൺ ഈസ് സീക്വൻസ് കൺസ്ട്രക്ട്, another is selection construct, and third is iteration construct. The first case, sequence construct. Sequence construct. പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുക, പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും, ദെൻ സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഈ രീതിയിലാണ് നമ്മൾ വേറെ കണ്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നോർമലി ഈ രീതിയിലാണ് വർക്ക് ചെയ്യുക. ഒന്നാമത്തത്, ദെൻ നെക്സ്റ്റ് ലൈൻ ആൻഡ് നെക്സ്റ്റ് ലൈൻ, ആ രീതിയിലാണ് വർക്ക് ചെയ്യുക. ആ ഒരു മെത്തേഡിനെ, ആ ഒരു കൺസ്ട്രക്റ്റിനെ വിളിക്കുന്ന പേരാണ് സീക്വൻസ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. Statements are executed sequentially. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ കണ്ടീഷൻസ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ, ഇഫ് വൈൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടീഷൻസ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, അങ്ങനെ സീക്വൻഷ്യലായി വർക്ക് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് സീക്വൻസ് കൺസ്ട്രക്ട്. സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് sequentially. That is, after executing a statement, computer will execute next statement and so on. Computer is designed to execute instructions sequentially. ആ രീതിയിലാണ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് നോട്ട് ഇൻസ്ട്രക്റ്റഡ് അതർവൈസ് ദ എക്സിക്യൂഷൻ ഈസ് സീക്വൻഷ്യൽ. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമ്മളൊരു കണ്ടീഷൻസ് കൊടുക്കുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സീക്വൻഷ്യൽ ആയിട്ടാണ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. ആ രീതിയിലാണ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീക്വൻസ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് കേസ് ഈസ് സെലക്ഷൻ കൺസ്ട്രക്ട്. സെലക്ഷൻ കൺസ്ട്രക്ട്. ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആകാം, ഫാൾസ് ആകാം. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അനദർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അങ്ങനെ ഇതിന്റെ പുറത്തോട്ട്, ഈ ലൂപ്പിന്റെ പുറത്തോട്ട് വരും. സോ ദർ ഇസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ ട്രൂ ആകാം, കണ്ടീഷൻ ഫാൾസ് ആകാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അങ്ങനെ അത് പ്രോഗ്രാം എൻഡ് ചെയ്യും. അല്ല, കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഡിസിഷൻ എടുത്ത് ദെൻ another set of statements work ചെയ്യും. So execute the statements depend upon a condition test. Execute the statements depends upon a condition test. If the condition result true, one statement is followed. One statement means one statement or a set of statements that's followed. Otherwise another statement is followed. There are 3 categories of selection statement. ഒന്ന്, if else. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ if else. ആൻഡ് മറ്റൊരു കാറ്റഗറി ഓഫ് if ആണ് നെസ്റ്റഡ് if, ആൻഡ് there is one more category which is called ladder if. ഈ 3 കാറ്റഗറിയാണ് നമുക്ക് സെലക്ഷൻ കൺസ്ട്രക്റ്റിൽ പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ if else. സിമ്പിൾ ഇഫ് എൽസ്. സിമ്പിൾ ഇഫ് എൽസിനെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാം. എക്സിക്യൂഷൻ ഓഫ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിട്ടേൺ വിത്ത് എ പെർട്ടിക്കുലർ ഇന്റന്റ്.
execution of a single statement or block of statement written with a particular intent. ഒരു ഇന്റന്റിന് ശേഷം എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത്തരം സ്റ്റേറ്റ്മെന്റുകളുടെ എക്സിക്യൂഷനെ വിളിക്കുന്ന പേരാണ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. Let us see. ഇനി സിമ്പിൾ ഇഫ് എൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. An if else statement tests a particular condition and if it is true, a course of action is followed. If it is false, another course of action is followed. ഇപ്പോൾ സിമ്പിൾ ഇഫ് എൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ അനദർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അതിനാണ് നമ്മൾ പറയുന്നത് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് ഫോളോഡ് എന്ന് പറയുന്നത്. An if else statement tests a particular condition and if it is true, a course of action is followed. If it is false, another course of action is followed. കുറച്ചുകൂടി നമ്മളൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കിട്ടും. ഇതിന്റെ സിന്റാക്സ് ഈ രീതിയിലാണ്. ഇഫ് കണ്ടീഷൻ എക്സ്പ്രഷൻ കോളൻ ഒരു ഇന്റന്റിന് ശേഷം ഇൻസ്ട്രക്ഷൻ 1 ഇൻസ്ട്രക്ഷൻ 2 ഇതിനാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻ ഇന്റന്റ് എന്ന് പറയുന്നത്. ദെൻ എൽസ് കോളൻ ഒരു ഇന്റന്റ് കൊടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ 3 ഇൻസ്ട്രക്ഷൻ 4. ഇഫിന് ശേഷം നമ്മൾ കണ്ടീഷൻ എക്സ്പ്രഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ 1ഉം ഇൻസ്ട്രക്ഷൻ 2ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അതിനാണ് നമ്മൾ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ എൽസിന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻ 3ഉം ഇൻസ്ട്രക്ഷൻ 4ഉം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. സോ ദാറ്റ് ഈസ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇനി നമ്മൾ ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. പ്രോഗ്രാം ടു ഫൈൻഡ് ബിഗ്ഗസ്റ്റ് ഔട്ട് ഓഫ് 3. ആഡ് സിമ്പലിന് ശേഷം കൊടുത്തിരിക്കുന്ന ലൈൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എഴുതുന്നുണ്ടെങ്കിലും അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യപ്പെടില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഫുട് നോട്ട്സ് ആൻഡ് കമന്റ്സ് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തത്. ഇനി പൈത്തണിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഒറ്റ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ നമ്പേഴ്സ് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. എക്സ് അസൈൻ ഇൻപുട്ട് എൻ്റർ ദ നമ്പർ, വൈ അസൈൻ ഇൻപുട്ട് എൻ്റർ ദ നമ്പർ, സെഡ് അസൈൻ ഇൻപുട്ട് എൻ്റർ ദ നമ്പർ എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. എക്സ് കോമ വൈ കോമ സെഡ് അസൈൻ ഇൻപുട്ട് ഒരു പാരന്തസ് കൊടുത്തു അതിനകത്ത് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നു. എൻ്റർ 3 നമ്പേഴ്സ്. ഇനി പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം. അപ്പൊ അവിടെ റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ 3 നമ്പേഴ്സ് എന്ന് വരും. അപ്പൊ നമ്മൾ 3 നമ്പർ 12, 35, 31 എൻ്റർ ചെയ്തു. നൗ ബിഗ് അസൈൻ 6. ബിഗ് എന്ന് പറയുന്ന വാരിയബിളിലോട്ട് എക്സിലുള്ള വാല്യൂ വരും. എക്സിലുള്ള വാല്യൂ ഇപ്പോൾ 12 ആണ്. അപ്പോൾ ബിഗിൽ 12 വരും. ഇഫ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. വൈ ഗ്രേറ്റർ ദാൻ ബിഗ്. വൈയിലുള്ള വാല്യൂ 35 ആണ്. വൈ ഗ്രേറ്റർ ദാൻ ബിഗ്. വൈ ബിഗിനേക്കാൾ അതായത് ബിഗിലുള്ള 12 എന്ന വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ ബിഗ് അസൈൻ വൈ. വൈയുള്ള വാല്യൂ ബിഗിലോട്ട് വരും. അപ്പൊ ബിഗിന്റെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 35 ആയി മാറി. ഇനി അടുത്ത കണ്ടീഷൻ ഇഫ് സെഡ് ഗ്രേറ്റർ ദാൻ ബിഗ്. സെഡിന്റെ വാല്യൂ 31 ആണ്. ബിഗിന്റെ വാല്യൂ ഇപ്പോൾ 35 ആണ്. സെഡ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബിഗ്. അപ്പൊ ഈ കണ്ടീഷൻ ഫാൾസ് ആണ്. ബിഗ് അസൈൻ സെഡ് എന്നത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ബിഗിൽ ആൾറെഡി ഉള്ള 35 തന്നെ ഉണ്ടാവും. പ്രിന്റ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ്. അപ്പോൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഈസ് എന്ന് റൺ ചെയ്യുമ്പോൾ വരും. ആൻഡ് ബിഗിലുള്ള വാല്യൂ ദാറ്റ് ഈസ് 35 അത് ഇവിടെ വരും. സോ ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തൊരു പ്രോഗ്രാം ടു ചെക്ക് വെദർ ആൻ ഇയർ ഈസ് ലീപ് ഇയർ ഓർ നോട്ട്. എന്താണ് ലീപ് ഇയർ എന്ന് നമുക്കറിയാം. നോർമലി ഒരു ഇയർ 365 ഡേയ്സ് ഉണ്ട്. പക്ഷെ ലീപ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൂടുതലാണ്. 366 ഡേയ്സ് ഉണ്ടാവും. ആ ഡേ നമ്മൾ സാധാരണ ഫെബ്രുവരിയിലാണ് വരിക. 29 ആയിട്ട് 29 ഡേയ്സ് ഫെബ്രുവരിയിൽ ഉണ്ടാവും. ഫോർ ലീപ് ഇയർ ഫെബ്രുവരി ഹാസ് 29 ഡേയ്സ്. ഇപ്പോൾ ലീപ് ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2000, ഇയർ 2004, 2008, 2012, 16, 2020 എക്സെട്ര ലീപ് ഇയർ. എങ്ങനെയാണ് നമുക്കൊരു ലീപ് ഇയറിന് ചെക്ക് ചെയ്യാൻ പറ്റുക? ഒരു ഇയർ ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 400 then it's a leap year, or
if the year is divisible by 4 and not divisible by 100, then that also leap year. 400 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ലീപ്പ് ഇയർ ആണ്. 4 കൊണ്ട് ഹരിക്കാനും 100 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്തതുമായ നമ്പേഴ്സ്, ദാറ്റ്സ് ആൾസോ ലീപ്പ് ഇയേഴ്സ്. 1900, 2100, 2200 എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലീപ്പ് ഇയർ ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് ദേ ആർ നോട്ട് ലീപ്പ് ഇയേഴ്സ്. ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇനി നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കറിയാം ഡിവിസിബിൾ ബൈ 400 ഓർ ഡിവിസിബിൾ ബൈ 4 ആൻഡ് നോട്ട് ഡിവിസിബിൾ ബൈ 100. ഈ കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. സോ ദിസ് ഈസ് അവർ പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ ടൈറ്റിൽ നമ്മൾ ആഷ് എല്ലാം ഉപയോഗിച്ച് കൊടുക്കുക. ആഷ് ഗിവൺ ഇയർ ഈസ് ലീപ്പ് ഇയർ ഓർ നോട്ട്. ദെൻ എക്സ് അസൈൻ ഇൻപുട്ട് എൻ്റർ ദ ഇയർ. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ ഇയർ എന്ന് വരും. അപ്പോൾ ഞാൻ 2000 എന്ന് പറയുന്നത് 2000 എൻ്റർ ചെയ്യുന്നു. ദെൻ ഇഫ് എക്സ് മോഡ് 400 ഈക്വൽ ടു 0 ഓർ x mod 4 equal to 0 and x mod 100 not equal to 0. ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ then that is a leap year. Then print %d is a leap year %x കൊടുക്കുക. സോ നമുക്ക് ഈ %d എന്ന് പറയുന്നിടത്ത് എക്സിലുള്ള വാല്യൂ വരും, എന്നിട്ട് ആ രീതിയിൽ കാണിക്കും. അതാണ് ഇവിടെ വരുന്നത്. 2000 is a leap year എന്ന് പറയും. ദെൻ പ്രിന്റ്. ഈ കണ്ടീഷൻ ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ എൽസിന് ശേഷമുള്ള ഈ ഒരു ഇൻഡന്റ് കഴിഞ്ഞുള്ള ഈ ലൈനാണ് വർക്ക് ചെയ്യുക. പ്രിന്റ് %d ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. അപ്പോൾ ഈ ഒരു കേസിൽ അത് ലീപ്പ് ഇയർ ആയിരുന്നുകൊണ്ട് ഇത് മാത്രം വർക്ക് ചെയ്തു, ഇഫിന് ശേഷമുള്ള കണ്ടീഷൻ മാത്രം വർക്ക് ചെയ്തു. ദെൻ പ്രിന്റ് താങ്ക് യു എന്ന് വന്നു. രണ്ടാമത്തെ കേസും 2004 കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക. എക്സിൽ 2004 എന്ന് വരും. 2004 കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 2004 ഇസ് എ ലീപ്പ് ഇയർ എന്ന് പ്രിന്റ് ചെയ്തു. ദെൻ പ്രിന്റ് താങ്ക് യു എന്നതാണ് വരിക. പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യാണ്. 2016 കൊടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ് നമുക്ക് കിട്ടുക. 2018 കൊടുക്കുമ്പോൾ 18 ഈസ് നോട്ട് ലീപ്പ് ഇയർ. അപ്പോൾ എക്സിൽ 2018 വരും. നമ്മൾ ഈ ആദ്യത്തെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് കറക്റ്റ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിന്റ് ലീപ്പ് ഇയർ എന്ന് വർക്ക് ചെയ്യില്ല. പകരം എൽസിനകത്തുള്ള പ്രിന്റ് 2018 ഈസ് നോട്ട് ലീപ്പ് ഇയർ എന്ന് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Now next category, nested if. Nested if is an if else statement within another if else statement. Nested if എന്ന് പറയുന്നത് is an if else statement within another if else statement. The second if else can be in the if block or else block. Nested if എന്ന് പറയുന്നത് is a if else statement within another if else statement. ഒരു if else സ്റ്റേറ്റ്മെന്റിനകത്ത് സബ് ആയിട്ട് അനദർ if else സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അത്തരം if elseനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് if else അല്ലെങ്കിൽ നെസ്റ്റഡ് if എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ if എന്ന് പറയുന്നത് അത് if ബ്ലോക്കിനകത്ത് വരാം, അല്ലെങ്കിൽ എൽസ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്തും വരാം. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ രീതിയിൽ ഒരു ഇഫിനകത്ത് ഇഫ് സംതിങ് ഈസ് ട്രൂ, അതിന് താഴെ അടുത്ത കണ്ടീഷൻ നമ്മൾ ഇഫ് തന്നെ കൊടുക്കുക, ഇഫ്, പിന്നെ അതിനകത്ത് വീണ്ടും അടുത്ത ഇഫ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് 256 നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. ആസ് ദ നെസ്റ്റിംഗ് ഇൻക്രീസസ് കോംപ്ലക്സിറ്റി ഇൻക്രീസസ്. നേരത്തെ നമ്മൾ സിമ്പിൾ ഇഫ് എൽസിനകത്ത് ഒരു ഇഫിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ട്രൂ അല്ലെങ്കിൽ എൽസിനകത്തുള്ള കണ്ടീഷൻ വർക്ക് ചെയ്യും. അതാണ് സിമ്പിൾ ഇഫിന്റെ കേസ്. ഇവിടെ അങ്ങനെയല്ല. ഒരു ഇഫ് ഒരു കണ്ടീഷനാണ്, ആ ഇഫിനകത്ത് അടുത്ത ഇഫ് പോവും, ആ അടുത്ത ഇഫിന്റെ അടുത്ത കണ്ടീഷനായിട്ട് വീണ്ടും ഒരു ഇഫ് കൊടുക്കാം, അത് അടുത്ത കണ്ടീഷനായിട്ട് അടുത്ത ഇഫ് കൊടുക്കാം. ഇങ്ങനെ 256 നെസ്റ്റഡ് ഇഫ് പോസിബിൾ ആണ്. സ്വാഭാവികമായിട്ടും ഇറ്റ് ഈസ് കോംപ്ലക്സ്. ഒരു ഇഫ് എൽസിനകത്തുള്ളതാണ് എന്ന് മനസ്സിലാകുന്നു അത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിന്റെ ഇന്റന്റ് അനുസരിച്ചാണ്, എത്ര സ്പേസ് വിട്ടാണ് നിൽക്കുന്നത് എന്നനുസരിച്ചാണ് ഇത് ഏത് ഇഫിനകത്താണ് വരുന്നത് എന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കും. The selection of if-else statement is based on intending. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് is an if-else statement within another if-else statement.
രണ്ടാമത്തെ ഇഫ് എന്ന് പറയുന്നത് അത് ഇറ്റ് ക്യാൻ ബി ഐദർ ഇൻ ഇഫ് ബ്ലോക്ക് ഓർ ഇറ്റ് ക്യാൻ ബി ഇൻ എൽസ് ബ്ലോക്ക്. ഒരു ഇഫിനകത്ത് അടുത്ത ഇഫ്, ആ ഇഫിനകത്ത് അടുത്ത ഇഫ് എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ 256 നെസ്റ്റഡ് ഇഫ് ഈസ് പോസിബിൾ. As the nesting increases, the complexity also increases. The selection of an if-else statement is based on intent. ഇതാണ് ഇതിന്റെ ഒരു സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് കണ്ടീഷൻ എക്സ്പ്രഷൻ, അതിനകത്ത് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2 എന്ന രീതിയിൽ കൊടുക്കാം. അതിനകത്ത് ഞാൻ രണ്ടാമത് ഇഫ് കൊടുക്കുകയാണ്, ഇഫ് കണ്ടീഷൻ എക്സ്പ്രഷൻ. ഒന്നാമത്തെ ഇഫിനകത്താണ് രണ്ടാമത്തെ ഇഫ് കണ്ടീഷൻ എക്സ്പ്രഷൻ. ആൻഡ് ദെർ ആർ സം ഇൻസ്ട്രക്ഷൻ. എൽസ്, ഈ ഒന്നാമത്തെ ഇഫിന്റെ എൽസ് ആണിത്. ദെൻ ദെർ ഇസ് അനദർ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ഇഫ് അല്ല, അതിന് ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് നോട്ട് ട്രൂ, ദെൻ ദ എൽസ് വിൽ വർക്ക്. ആ എൽസിനകത്ത് നമ്മൾ അടുത്തൊരു ഇഫ് എൽസ് കൊടുത്തിരിക്കുന്നു. ആ ഇഫിന് ഒരു കണ്ടീഷൻ അത് ട്രൂ ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യും, ട്രൂ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. ഇത് ഈ രണ്ടാമത് വരുന്ന ഇഫ് എൽസ് അതിന് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദിസ് ഇന്റന്റ്. ഈ സ്പേസ് അനുസരിച്ചാണ് ഈ ഇഫിന്റെ എൽസ് ആണ് ഇത്, ഈ ഇഫിന്റെ എൽസ് ആണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഇഫിനകത്ത് അടുത്ത ഇഫ് എൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും, ഈ എൽസിനടുത്ത് അടുത്ത ഇഫ് എൽസ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് 256 വരെ കൊടുക്കാൻ സാധിക്കും. ഇനി let us discuss a program to find grade of a student with nested if. നെസ്റ്റഡ് ഇഫ് ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിയുടെ ഗ്രേഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാമെന്ന് നമ്മൾ നോക്കാം. ഇപ്പൊ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, കണ്ടീഷൻ മാറാം. ഇപ്പൊ നമുക്ക് തന്ന കണ്ടീഷൻ 90% അബവ് ഉള്ള കുട്ടിയാണെങ്കിൽ ലെറ്റ് ഹിം എ ഗ്രേഡ്, 80 to 89% ബി ഗ്രേഡ്, 70 to 79% സി ഗ്രേഡ്, 60 to 69 ഡി ഗ്രേഡ്, 50 to 59 ഇ ഗ്രേഡ്, അതേഴ്സ് നോ ഗ്രേഡ്. അങ്ങനെയാണ് നമ്മളൊരു എക്സാം നടത്തുന്നത്. സോ ദിസ് ഈസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഗ്രേഡ് ഓഫ് എ സ്റ്റുഡന്റ്. ദെൻ മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, മാർക്ക് അസൈൻ, ഇൻപുട്ട്, എൻ്റർ ദ മാർക്ക്. ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ മാർക്ക് എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് എൻ്റർ ചെയ്യുന്നു, 85 എന്ന് പറയുന്ന ഒരു മാർക്ക് ഞാൻ എൻ്റർ ചെയ്തു. So the condition is if mark greater than or equal to 90. 85 എന്ന് പറയുന്നത് greater than or equal to 90 അല്ല. അപ്പോൾ ആ കണ്ടീഷൻ ഫാൾസ് ആണ്. സ്വാഭാവികമായിട്ടും ഗ്രേഡ് ഈക്വൽ ടു എ എന്നത് വരില്ല, ട്രൂ ആണെങ്കിലേ വരുള്ളൂ. സോ ഇറ്റ് ഗോസ് ടു എൽസ്. ഇഫ് എൽസിനകത്ത് അടുത്ത ഇഫ് വരുന്നുണ്ട്, മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. 85 മാർക്ക്, അത് ഗ്രേറ്റർ ദാൻ 80 ആണ്. സോ ദ കണ്ടീഷൻ ഈസ് ട്രൂ. ഗ്രേഡ് അസൈൻ ബി, ഗ്രേഡിനകത്ത് ബി എന്ന് വരും. ഇത് ട്രൂ ആയതുകൊണ്ട് തന്നെ അടുത്ത എൽസിലോട്ട് പോകില്ല, നേരെ താഴെയിലോട്ട് പ്രോഗ്രാം ഇവിടുന്ന് ഇവിടെ എത്തും. പ്രിന്റ് ഗ്രേഡ് എന്ന് പറഞ്ഞോട്ട് വരും, ഗ്രേഡ് കോളൻ, ഗ്രേഡിലുള്ള വാല്യൂ ഇവിടെ വരും. ഗ്രേഡിലുള്ള വാല്യൂ ബി ആണ്, അപ്പോൾ ഇവിടെ ബി വരും. സോ ദിസ് ഈസ് ബി. ദെൻ പ്രിന്റ് താങ്ക് യു എന്ന് പറയും. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഗ്രേഡ് അസൈൻ എ എന്നാണ്. ഇഫ് ദ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ഗ്രേഡ് അസൈൻ എ എന്ന് കൊടുത്തിരിക്കുന്നു. ആക്ച്വലി ഇവിടെ നമ്മൾ സി എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ആസ് പെർ അവർ കണ്ടീഷൻ 70 അതിന് മുകളിലുള്ള മാർക്ക് ഉണ്ടെങ്കിൽ ദ ഗ്രേഡ് ഈസ് സി. അപ്പോൾ ഇവിടെ ഗ്രേഡ് സി എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഗ്രേഡ് അസൈൻ എ എന്നല്ല. ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് തന്നെ 73 എന്ന് പറയുന്ന ടേം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഗ്രേഡ് അസൈൻ സി. ഗ്രേഡ് വിൽ ബി സി. അത് ഇവിടെ ഈ എക്ക് പകരം സി എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ 65 എന്ന് പറയുന്ന ഒരു മാർക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ആ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 65 എന്ന് പറയുന്നത് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 കണ്ടീഷൻ ഫാൾസ് ആണ്, എൽസിലോട്ട് പോകുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണ്, അടുത്ത എൽസിലോട്ട് പോകുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 എന്ന് പറയുന്ന അതിലോട്ട് പോകുന്നു, ആ കണ്ടീഷൻ ഫാൾസ് ആണ്. ദെൻ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ ഗ്രേഡ് ഡി എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് ഗ്രേഡ് താങ്ക് യു അതാണ് വരുന്നത്. ഈ രീതിയിലാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുക. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലാഡർ ഇഫ് ആണ്. ലാഡർ ഇഫ് നെസ്റ്റഡ് ഇഫ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ലാഡർ ഇഫ് ഉപയോഗിച്ച് നിരവധി ചെയ്യാൻ കഴിയും. ഇത് കുറേം കൂടി സിംപ്ലിഫൈ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ്സുകളാണ് ലാഡർ ഇഫ് എന്ന് പറയുന്നത്.
System go through the first condition. If the answer is true, immediate block will be executed. ഒരു if എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനകത്ത് കണ്ടീഷൻ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Then the system will not check the next condition. അത് ഫാൾസ് ആണെങ്കിൽ സിസ്റ്റം വിൽ ഗോ ത്രൂ ദ നെക്സ്റ്റ് കണ്ടീഷൻ ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ദ ആൻസർ ഓഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ട്രൂ, ഇമ്മീഡിയറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്തതിലോട്ട് പോകും ആൻഡ് ദ സിസ്റ്റം വിൽ ഗോ ടു നെക്സ്റ്റ് കണ്ടീഷൻ ആൻഡ് സോ ഓൺ. അതാണ് അതിന്റെ ഒരു രീതി. സോ ദാറ്റ്സ് ദ കേസ്. System will go through the first condition and if the answer is true, കണ്ടീഷൻ ശേഷമുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റം വിൽ ഗോ ത്രൂ നെക്സ്റ്റ് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ഇമ്മീഡിയറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അത് ഫാൾസ് ആണെങ്കിൽ സിസ്റ്റം വിൽ ഗോ ടു ദ നെക്സ്റ്റ് കണ്ടീഷൻ ആൻഡ് സോ ഓൺ. അപ്പൊ നമ്മൾ നേരത്തെ എൽസ് ഇഫ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. പക്ഷെ ഇവിടെ ഇഫ് എന്ന് പറയുന്ന ശേഷം ഒരു കണ്ടീഷൻ എക്സ്പ്രഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. ആ കണ്ടീഷൻ ഫാൾസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ എലിഫ് എന്നാണ്. എൽസ് ഇഫ് അല്ല, എലിഫ് എന്ന് പറയുന്ന ടേം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എലിഫ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. ഇഫ് ദാറ്റ് ഈസ് ഫാൾസ്, ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതിന് പകരം നെക്സ്റ്റ് എലിഫ്. അങ്ങനെ രീതിയിലാണ് നമുക്ക് ആ പ്രോഗ്രാം എഴുതാൻ സാധിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് സ്റ്റിൽ ദ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഒരു ഇഫ് ഉണ്ടാവും, ഫൈനലി ഒരു എൽസ് ഉണ്ടാവും. അതിനകത്ത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എലിഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു എക്സ്പ്രഷൻ ആണ് എലിഫ്. എൽസ് ഇഫ് എന്ന് പറയുന്ന പോലെ തന്നെ എലിഫ്. ഫസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ കണ്ടീഷൻ എലിഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. അത് ഫാൾസ് ആണെങ്കിൽ എലിഫ് ദിസ് കണ്ടീഷൻ എക്സ്പ്രഷൻ അടുത്ത കണ്ടീഷൻ എക്സ്പ്രഷനിലോട്ട് പോകും. അങ്ങനെ ആണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുക. പ്രോഗ്രാം ടു ഫൈൻഡ് ഗ്രേഡ് ഓഫ് എ സ്റ്റുഡന്റ് വിത്ത് ലാഡർ ഇഫ്. ഈ എലിഫ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷനാണ്. കുട്ടിയുടെ ഗ്രേഡിനുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ ഗ്രേഡിനുള്ള കണ്ടീഷൻ അനുസരിച്ച് നേരത്തെയുള്ള നെസ്റ്റഡ് ഇഫിന് പകരം നമ്മൾ ലാഡർ ഇഫ് ഉപയോഗിക്കുകയാണ്. ആ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഈ രീതിയിലുണ്ടാകും. ആസ് സ്റ്റുഡൻസ് ഗ്രേഡ് ബൈ യൂസിങ് ലാഡർ ഇഫ്. നോ മാർക്ക് അസൈൻ ഇൻപുട്ട് എൻ്റർ ദ മാർക്ക്. നേരത്തെ ഉള്ള പോലെ തന്നെ മാർക്ക് അസൈൻ ഇൻപുട്ട് എൻ്റർ ദ മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന മാർക്ക് സ്റ്റോർ ചെയ്യും. സോ എൻ്റർ ദ മാർക്ക് എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ 82 എന്ന് എൻ്റർ ചെയ്യാം. എൻ്റർ ദ മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാർക്ക് എൻ്റർ ചെയ്യുക. 82 എന്ന മാർക്ക് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മാർക്ക് 90ക്ക് തുല്യമോ കൂടുതലാണെങ്കിൽ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഗ്രേഡ് അസൈൻ ചെയ്യാം. നമ്മൾ കൊടുത്ത മാർക്ക് 82 ആണ്. സോ ദ കണ്ടീഷൻ ഈസ് ഫാൾസ്. ഇപ്പോൾ എലിഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഗ്രേഡ് അസൈൻ ബി, ഗ്രേഡിലോട്ട് ബി എന്ന് വരും. പിന്നെ അതിന് ശേഷമുള്ള എലിഫ് ഒന്നും വർക്ക് ചെയ്യാതെ ഇവിടെ വരും പ്രിന്റ് ഗ്രേഡ് കോളൻ. ഇതുപോലെ പ്രിന്റ് ചെയ്തിട്ട് നമ്മളെ ഗ്രേഡിലുള്ള വാല്യൂ ഇവിടെ വരും. സോ ദാറ്റ് ഈസ് ഗ്രേഡ് കോളൻ ബി. ദെൻ പ്രിന്റ് താങ്ക് യു. അടുത്തത് നമ്മൾ രണ്ടാമത്തെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റർ ദ മാർക്ക് എന്ന് വരുന്നു. 72 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, തെറ്റാണ്. 72 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 അല്ല, കണ്ടീഷൻ ഫാൾസ് ആണ്. എലിഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, കണ്ടീഷൻ സ്റ്റിൽ ഫാൾസ് ആണ്. എലിഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70, 72 ഈസ് ഗ്രേറ്റർ ദാൻ 70. സോ ദ കണ്ടീഷൻ ഈസ് ട്രൂ. സോ ഗ്രേഡ് അസൈൻ സി. ഗ്രേഡിലോട്ട് എന്താ വരിക? സി എന്ന് വരും. ഗ്രേഡ് എന്നുള്ളത് സി എന്ന് വരും. കഴിഞ്ഞ പ്രോഗ്രാമിൽ ഇവിടെ സി എന്നായിരുന്നു. ടൈപ്പ് ചെയ്ത് എ എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ലാഡർ. രണ്ടാമത്തെ കൺസ്ട്രക്റ്റായ സെലക്ഷൻ കൺസ്ട്രക്റ്റിൽ നമ്മൾ 3 പഠിച്ചത്. ഒന്ന് സിമ്പിൾ ഇഫ് എൽസ്, സെക്കൻഡ് നെസ്റ്റഡ് ഇഫ്, ആൻഡ് തേർഡ് ഈസ് ലാഡർ ഇഫ്.